പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. 2-3 ദിവസം മുമ്പ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ ആത്മഹത്യ ചെയ്ത ഷൈനിയുടെയും 2 കുട്ടികളുടെയും കഥ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ നിന്നറിഞ്ഞതാണ്. ഞാൻ ഇവരുടെ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുന്നതിനിടയിൽ മരിച്ച ഷൈനിയുടെ ഒരു വോയിസ് ക്ലിപ്പ് അവർ ആത്മഹത്യ ചെയ്യുന്നതിന് കറക്റ്റ് ഒരു ദിവസം മുമ്പ് അവരുടെ ഒരു സുഹൃത്തിന് അയച്ച വോയിസ് മെസ്സേജാണ്. അതിൽ പറയുന്നുണ്ട്, തനിക്ക് ജോലി ഒന്നും കിട്ടുന്നില്ല. ഇനി ഏതോ പ്രദേശത്തൊക്കെ ഏതോ ഏജൻസിയിലൊക്കെ അവർ ജോലി നോക്കിയാണ്. ഈ ജോലി കിട്ടിയാൽ അവരുടെ കുട്ടികളെ ഏതെങ്കിലും ഹോസ്റ്റലിൽ അയക്കണം എന്നാണ് അതിൽ പറയുന്നത്. ഞാൻ അപ്പോൾ ആ വോയിസ് കേട്ടിട്ട് ഒന്ന് ആലോചിച്ചു. കാരണം ഈ ഷൈനിക്ക് മാതാപിതാക്കളുള്ളതാണ്, മക്കളാണ്, പെൺമക്കളാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പെൺമക്കളെയൊക്കെ അമ്മയുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ടാണ് ആളുകളൊക്കെ ഈ വിദൂര സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ പോകുന്നത്, പ്രത്യേകിച്ചും ഈ മധ്യ തിരുവിതാംകൂറിലൊക്കെ. അപ്പം ഞാൻ ആലോചിച്ചു, എന്താണ് ഷൈനി മാതാപിതാക്കളെ ഏൽപ്പിക്കാതെ, പെൺമക്കളായിട്ട് മാതാപിതാക്കളെ ഏൽപ്പിക്കാതെ ഹോസ്റ്റലിൽ ഏൽപ്പിച്ചിട്ട് ജോലി കിട്ടിയാൽ പോകാൻ തയ്യാറാകുന്നതെന്ന് ആലോചിച്ചു. പക്ഷേ എൻ്റെ സംശയങ്ങളെ അടിവരയിടുന്നതായിരുന്നു പിറ്റേന്ന് ഈ ഷൈനിയുടെ മാതാപിതാക്കളുടെ ഇൻ്റർവ്യൂ ദൃശ്യമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നത്. കാരണം സ്വന്തം മകൾ മരിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ, പക്ഷേ അവരുടെ രൂപഭാവങ്ങളിലോ ഭാവചലനങ്ങളിലോ ഈ ബോഡി ലാംഗ്വേജിലോ ഒന്നും അതിൻ്റെ ഒരു വിഷമം കണ്ടില്ല എന്നതാണ്. വളരെ കൂളായിട്ട് പണ്ടെങ്ങോ മരിച്ചുപോയൊരു മകളെക്കുറിച്ച് പറയുന്നത് പോലെയാണ് അവർ ദൃശ്യമാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. പ്രത്യേകിച്ചും അവർ ഈ ഷൈനി എന്ന് പറയുന്ന പെൺകുട്ടി കുടുംബശ്രീയിൽ നിന്ന് അങ്ങോട്ട് 3.5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷൈനിയുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളും അതുപോലെ ഭർത്താവുമൊക്കെ ആരോപിക്കുന്നത് അത് ഷൈനിയുടെ വീട്ടുകാർക്ക് കൊടുത്തു എന്നാണ്. പക്ഷേ അത് തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നൊരു വസ്തുത സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഇൻ്റർവ്യൂവിൽ അവർ ശ്രമിക്കുന്നത്. സാധാരണ ആളുകൾ സ്വന്തം മകൾ നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്ന ആളുകൾ സാധാരണ അവിടെ വല്ല ഒരു വർത്തമാനമെന്ന് പറയുന്നത് ഷൈനിക്ക് ഭർത്താവിൽ നിന്നും അതുപോലെ ഭർത്താവിൻ്റെ സഹോദരനിൽ നിന്നുമൊക്കെ ക്രൂരമായ മാനസിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നും ജോലി ചെയ്യുന്നതിന് പോലും അനുവദിച്ചില്ല. മിക്ക സ്ഥലങ്ങളിലും ജോലിയൊക്കെ കിട്ടുമ്പോഴും ഇവർക്ക് ഉണ്ടായിരുന്ന സ്വാധീനം ഉപയോഗിച്ച് അവർ ആ ജോലി നഷ്ടപ്പെടുത്തുകയായിരുന്നുവെന്നൊക്കെയാണ്. അപ്പോൾ സ്വന്തം മകളുടെ മരണത്തിന് കാരണമായ കുറ്റവാളികളെ കണ്ടുപിടിക്കാനുള്ളൊരവസരമാക്കി അവർക്ക് ഈ വാർത്താമാധ്യമങ്ങൾ അവർക്ക് കൊടുക്കുന്ന ചാൻസ് ഉപയോഗിക്കാം. കാരണം കേരളത്തിലെ വാർത്താമാധ്യമങ്ങൾ നിർവഹിക്കുന്ന കടമ വളരെ വലുതാണ്. അവർക്ക് ഈ ജനങ്ങളുമായിട്ട് നേരിട്ട് കാണുന്ന ഒരു ഉപാധി ആയതുകൊണ്ട് തന്നെ ഇത് വലിയ ചർച്ചയാകുമായിരുന്നു. പക്ഷേ അവരത് ഉപയോഗിക്കാതെ വളരെ നിസ്സംഗഭാവത്തിലാണ് നിൽക്കുന്നത് കണ്ടത്. മാത്രമല്ല ഈ ഷൈനിയുടെ അമ്മയോട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുമ്പോൾ ഷൈനിയുടെ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, അവളേതോ വലിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്, ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഈ അമ്മ തിരിഞ്ഞു നടക്കുന്നുമുണ്ട്. എത്ര വലിയ ഓപ്പറേഷൻ ആയാലും എത്ര വലിയ ആരോഗ്യസ്ഥിതി മോശമായാലും സ്വന്തം മകളുടെ മരണത്തിന് ആത്മഹത്യയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പുറത്തു കൊണ്ടുവരേണ്ടത് ഒരു അമ്മയുടെ ഉത്തരവാദിത്തമല്ല. എനിക്ക് ആ അഭിമുഖം ഈ ഷൈനിയുടെ അച്ഛനും അമ്മയും ആയിട്ട് ഈ ദൃശ്യമാധ്യമങ്ങൾ നടത്തുന്ന ഈ അഭിമുഖം കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. കാരണം ഒരു ദുർഘടഘട്ടത്തിൽ ഷൈനിയെ ഒരിക്കലും അവരുടെ മാതാപിതാക്കൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടാകില്ല. അതായിരിക്കാം ഒരുപക്ഷെ ഷൈനിയുടെ മരണത്തിനു കാരണം എന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്നുകൂടി ആ അച്ഛൻ പറയുന്നുണ്ട്, ഇത്രയൊക്കെ മതി, ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ പ്രശ്നങ്ങളാകും എന്നും അയാൾ പറയുന്നുണ്ട്. സ്വന്തം മകളുടെ ആത്മഹത്യയ്ക്കു കാരണമായ ഘാതകരെ കണ്ടുപിടിക്കുന്നതിന് പകരം ഇനി എന്തെങ്കിലും പറഞ്ഞ് തൻ്റെ സ്ഥിതി വഷളാക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു അച്ഛൻ, അത് പകർന്നു നൽകുന്ന വേദന വളരെ വലുതാണ്. മറ്റൊന്നുകൂടി അയാൾ പറയുന്നുണ്ട്, തനിക്ക് തൻ്റെ മറ്റേ മക്കളൊക്കെയാണ് ചിലവിന് തരുന്നത്, ഷൈനി ഒന്നും തരുന്നില്ല. കപ്പ കൊണ്ടുവന്നിട്ട് തന്നെ ഇവിടെ നിന്ന് 5000 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയി. നമുക്കറിയാം, ഒരു വിവാഹമോചിതയായി നിൽക്കുന്ന ഒരു സ്ത്രീ 2 മക്കളെ പോറ്റണം. ആ അവസ്ഥയിൽ അവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും സാധനം അച്ഛന് വിറ്റിട്ടുണ്ടാകാം. അതുപോലും ആ അച്ഛൻ ഒരു ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സന്ദർഭമായി ഉപയോഗിക്കുകയാണ്. മറ്റൊന്നുകൂടി അയാൾ പറയുന്നു, അയാളുടെ മക്കൾ വിദേശത്തായിരുന്നു, അവർ വന്നിട്ടുണ്ട്, അവരുടെ മക്കളെയൊക്കെ അവിടെ ആരോ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ഷൈനിയുടെ ഈ കബറടക്ക ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് വന്നത്. അവർക്ക് തിരിച്ചു പോകണം. അവരുടെ മക്കളൊക്കെ അവിടെ പലരെയും ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അവരുടെ ജോലിക്ക് പോകേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വല്ലാതെ വറീഡും ആശങ്കാകുലരും ആണ് എന്നതിനപ്പുറം ഈ ആത്മഹത്യ ചെയ്ത 2 പെൺമക്കളോടൊപ്പം ആത്മഹത്യ ചെയ്ത ഷൈനിയുടെ കാര്യത്തിലൊന്നും ഒട്ടും
ആശങ്കാകുലനും ദുഃഖിതനുമായി കാണുന്നില്ല. എന്നെ വളരെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാരണം ഷൈനിയുടെ ആത്മഹത്യയ്ക്ക് ഒരുപക്ഷെ ഷൈനിയുടെ ഭർത്താവിനെയും അതുപോലെ ഈ പള്ളിയിലച്ഛൻ എന്ന് പറയുന്ന ഷൈനിയുടെ ജോലി പല സ്ഥലങ്ങളിലും മുടക്കിയ ആളെയും സാധാരണ നമുക്കറിയാവുന്നതാണ്. ഈ കല്യാണം കഴിക്കാത്ത ആളുകൾക്ക് കല്യാണം കഴിച്ച് ദാമ്പത്യം നയിക്കുന്ന ആളുകളുടെ അസൂയുണ്ടാവും. ഈ അച്ഛനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ അവസരമില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ ഈ ഷൈനിയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ഈ അച്ഛൻ പ്രശ്നങ്ങളുണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നത് ഈ അച്ഛനേക്കാളും ഷൈനിയുടെ ഭർത്താവിനേക്കാളും ഒരുപക്ഷേ ഷൈനിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കുക ഈ അച്ഛൻ്റെ ഭാഗത്തു നിന്നും അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ചില നിസ്സംഗതകളായിരിക്കും. ഒരുപക്ഷേ അഭയം തേടി അവിടെ എത്തിയിട്ടുണ്ടാകാം, ഇവർ നിരാകരിച്ചിട്ടുണ്ടാകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിപ്രായം എൻ്റെ മാത്രമാണ്. കാരണം ആ ആറ്റിറ്റ്യൂഡിലൊക്കെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തോ ഒരു വേദന തോന്നുന്നു ആ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സമീപനങ്ങൾ കാണുമ്പോൾ എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ സാമ്പത്തിക പ്രശ്നം, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ ചേർത്തുപിടിക്കൽ ഇല്ലാതെ പോകുന്നതാണ് നമ്മുടെ നാട്ടിലെ ഈ ആത്മഹത്യകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും പണത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഷൈനിമാർ ഉണ്ടാകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വസ്തുത. ഒരുപക്ഷെ ഷൈനിയെ കുറച്ച് നാൾ ചേർത്തു പിടിച്ച് അവർക്ക് ജോലി കിട്ടുന്നത് വരെയൊക്കെ ഒന്ന് ക്ഷമിച്ച് സഹിച്ച് ഈ അച്ഛനും അമ്മയും ഒക്കെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ ആ 2 കുട്ടികളും ഷൈനിയുമൊക്കെ ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആളുകൾ കെട്ടിപ്പിടിച്ച് കരയാറുണ്ട്. എൻ്റെ മോളെ, സഹോദരി എന്നൊക്കെ പറഞ്ഞ് കരയാറുണ്ട്. പക്ഷേ അതിനു മുമ്പുള്ള ചില ചേർത്തുപിടിക്കലുകളും ചില ആശ്വാസവാക്കുകളും ചില സമീപനങ്ങളും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഒരു നല്ലൊരു ശതമാനം കേരളത്തിൽ ആത്മഹത്യകൾ കുറയ്ക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കേണ്ടത് ബന്ധുക്കൾ തന്നെയാണ്. മിക്കപ്പോഴും ഒന്ന് ഇടറി വീണാൽ, ഒന്ന് പതറി വീണാൽ, ഒരു ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇടറി വീണാൽ അയാളെ ചവിട്ടി മെതിക്കുവാൻ കിട്ടുന്ന പരമാവധി അവസരമായി ഇത് ഉപയോഗിക്കുകയാണ് മിക്ക ആളുകളും ചെയ്യുന്നത്. മറ്റൊന്നു കൂടിയുണ്ട്, അവസരമായി തന്നെ ഉപയോഗിക്കുന്നു. എന്തിൻ്റെ പേരിലും ഒരു അവസരമായി തന്നെ ഉപയോഗിക്കുന്നു. അത്തരം സാഹചര്യങ്ങൾ മാറിയാൽ ഇത്തരം ആത്മഹത്യകൾക്ക് ഒരു പരിധിവരെ ശമനമുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, സംസ്ഥാനത്ത് ഉടനീളം കൗൺസിലിംഗ് സെൻ്ററുകൾ ആരംഭിക്കണമെന്ന എൻ്റെ ഒരു പഴയ അഭിപ്രായം ഞാനിപ്പോഴും വെച്ചു പുലർത്തുകയാണ്. കാരണം അത്രത്തോളം ഒരു വല്ലാത്ത ടെൻഷനിലൂടെ കടന്നു പോവുകയാണ് കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തുകൾ തോറും ആളുകൾക്ക് സൗജന്യമായി കടന്നു ചെന്ന് ചികിത്സിക്കുവാൻ കഴിയാവുന്ന മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഷൈനിയുടെയും കുട്ടികളുടെയും മരണം വളരെ വേദനിപ്പിക്കുന്നതാണ്. ഇനിയും കേരളത്തിൽ ഇതുപോലെ ആളുകൾ ആത്മഹത്യയിലേക്ക് വഴുതി വീഴാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് വല്ലാത്തൊരു വിഷമമാണ് ഉണ്ടായത്, ഷൈനിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾക്കും അഭിപ്രായങ്ങളുണ്ടാകാം. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ചെയ്യുന്നത്